അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് സമൂഹത്തിൽ നിന്ന് സ്നേഹം എന്നുള്ളത് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ആലോചിച്ചു പോകുന്ന സമയമാണ്. കാരണം എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, സ്നേഹമില്ലായ്മയാണ്, വഴക്കാണ്. അതെവിടെയായാലും, സുഹൃത്തുക്കളിലായാലും നാട്ടുകാരിലായാലും വീട്ടുകാരിലായാലും, എന്തിനേറെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പോലും സ്നേഹം വളരെ കുറഞ്ഞ് എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമാകുന്ന ഒരു സമയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇല്ലാതാകാൻ വേണ്ടി, സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട്. നല്ല ചൂടാണ്, നല്ല വേർക്കുന്നുണ്ട്. രാത്രി 3-3:30 മണി സമയമായി, എന്നാലും ചൂടിനൊരു കുറവുമില്ല. അല്ലാഹു തആല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രവാസികൾക്കും സന്തോഷവും സമാധാനവും സലാമത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി, അത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആളുകളുടെ ഇടയിലും സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സലാം പറയൽ അധികരിപ്പിക്കണമെന്നാണ്. എല്ലാ ആളുകളോടും സലാം പറയണം. ആ സലാം പറയുന്ന കാരണം കൊണ്ട് സലാം പറയുന്ന ആളോടും സലാം മടക്കുന്ന ആളോടും പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകും. ഇത് പറയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പരസ്പരം സലാം പറയുന്ന, ഭാര്യയോട് സലാം പറയുന്ന, മക്കളോട് സലാം പറയുന്ന എത്ര ആളുകളുണ്ട്. പ്രവാസികളായ ആളുകൾ, അതുപോലെ തന്നെ ജോലി സംബന്ധമായോ മറ്റോ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വരുന്ന ആളുകൾ, അവരൊക്കെ ഫോൺ വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ഒക്കെ സലാം പറയുന്നുണ്ടാകും. പറയാത്ത ആളുകളും ഉണ്ടാകും. അല്ലാതെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകൾ, അവര് രാവിലെ ജോലിക്ക് പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടത്തുന്നതുകൊണ്ട് വീട്ടിൽ തന്നെ അധികം ഇരിക്കുന്നവരും ഇടക്കിടക്ക് പുറത്തു പോകുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള ആളുകൾ എത്ര പേര് സ്വന്തം ഭാര്യക്കും മക്കൾക്കും സലാം പറയുന്നവരുണ്ട്? ഒരു ദിവസത്തിൽ എത്ര തവണ സലാം പറയുന്നവരുണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സലാം അധികരിപ്പിക്കുകയാണെങ്കിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. ഇനി എല്ലാവരും സലാം അങ്ങോട്ട് അധികരിപ്പിക്കുക. അന്യ സ്ത്രീ പുരുഷന്മാര് സലാം പറയാൻ പോകണ്ട. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സഹോദരങ്ങള്, ഇങ്ങനെയുള്ള ആളുകൾ, അതായത് നമുക്ക് കാണാനും സംസാരിക്കാനും പറ്റുന്ന ആളുകൾ പരസ്പരം സലാം പറയുക, സലാം അധികരിപ്പിക്കുക. ഇങ്ങനെ സലാം പറയുമ്പോ സ്നേഹം വർദ്ധിക്കും എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടുന്നുണ്ട്, കൂലി കിട്ടുന്നുണ്ട്. സലാം പറയല് സുന്നത്താണെങ്കിലും മടക്കല് നിർബന്ധമാണ്. എന്നാൽ ഈ മടക്കുന്ന നിർബന്ധത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് പറയുന്ന സുന്നത്തിനാണ് ഈ സലാമിന്റെ വിഷയത്തിൽ. അപ്പോ സലാം അധികരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് എന്തായാലും ഖൈറാണ്. പ്രതിഫലം കിട്ടുന്നതിനോടൊപ്പം സ്നേഹവും വർദ്ധിക്കും. ആരാ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ, മാതാപിതാക്കളുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, അയൽവാസികളുടെ എല്ലാ ആളുകളുടെ ഇടയിലും അല്ലാഹു തആല സ്നേഹം വർദ്ധിപ്പിക്കുകയും അത് ദായിമായി നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.